നമ്മുടെ പ്രബുദ്ധത, അതായത് പ്രബുദ്ധ മലയാളിയുടെ ഏറ്റവും വലിയ ലക്ഷണമാണോ ഈ നിഷ്പക്ഷത? മലയാളിയുടെ ഒരു ഫേക്ക് ഐഡിയാണ് പ്രബുദ്ധ മലയാളി എന്ന് പറയുന്നത്. നമ്മുടെ മെയിൻ ഐഡി മലയാളി, നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫേക്ക് ഐഡിയാണ് പ്രബുദ്ധ മലയാളി എന്ന്. പിന്നെ നമ്മൾ കുറച്ച് പ്രബുദ്ധരാണ്. അതെങ്ങനെയാണെന്നറിയോ? മറ്റുള്ള എല്ലാവരെ കൊണ്ടും നമ്മൾ പ്രബുദ്ധരാണെന്ന് പറയിക്കാൻ മാത്രമുള്ള പ്രബുദ്ധത നമുക്കുണ്ട്. ഞാൻ എന്നെ മാറ്റി നിർത്തിയിട്ടല്ല പറയുന്നത്, ഞാൻ ഉൾപ്പെടുന്ന നമ്മളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ഉൾപ്പെടുന്ന നമ്മൾ ആ ഒരു കാര്യത്തിൽ പല സന്ദർഭത്തിലും നമ്മൾ അവകാശപ്പെടുന്നത്രയും ഉയരെ ചിന്തിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. സാക്ഷരതയൊക്കെ വന്ന കാലത്ത് ലിറ്ററസി, എഴുത്തും വായനയും ഒക്കെ എല്ലാവരിലും ഉണ്ടാകുകയും അന്ന് അച്ചടി മാധ്യമങ്ങൾ കൂടുതലായിരുന്ന കാലത്ത് വായിച്ച ആളുകൾ അറിവ് നേടുകയും ഒക്കെ ചെയ്തൊരു സ്ഥലത്തു നിന്നാണ് അന്ന് പ്രബുദ്ധ മലയാളി ഉണ്ടായത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊന്ന് റീഡിഫൈൻ ചെയ്യുകയോ റീവർക്ക് ചെയ്യുകയോ വേണം. നമ്മൾ ഡിജിറ്റൽ സാക്ഷരത ആളുകൾക്ക് നല്ലോണം കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഈയിടയ്ക്ക് ഇങ്ങനെ ഒരു സാമൂഹ്യ മാധ്യമം ഫേസ്ബുക്ക് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഞാൻ തട്ടിയപ്പം MA യൂസഫ് അലിയുടെ പടം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ക്യാപ്ഷൻ, ഞാൻ വലിയ സിനിമാ നടനൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് ആരും ലൈക്ക് തരില്ലല്ലോ അല്ലേ എന്ന്. ഒരു 3000 കമൻ്റുണ്ട്. സാർ എന്തിനാ സാറ് സിനിമയിൽ അഭിനയിക്കുന്നത്? സാറിന് കട നടത്തിയാൽ പോരെ? അല്ലെങ്കിൽ സാർ അഭിനയിക്കുക, ഞങ്ങൾ കണ്ടോളാം. ഒരുത്തൻ എഴുതിയേക്കോ എൻ്റെ കയ്യിൽ സാറിന് പറ്റിയ കഥയുണ്ടെന്ന്. നല്ല കഥയുണ്ടെന്ന് ഒരുത്തൻ്റെ കയ്യിൽ. വേറൊരുത്തൻ കമന്റ് ഇട്ടേക്കുന്നത്, നിങ്ങളുടെ വലിയ കൂട്ടല്ലേ മമ്മൂക്കയോട് പറഞ്ഞാൽ നിങ്ങൾക്കൊരു വേഷം കിട്ടാൻ ഇത്ര പാടുണ്ടോ എന്നുള്ളത്. ഈ 3000 പേരും നമ്മളീ പറഞ്ഞ പ്രബുദ്ധരിപ്പെട്ടതാന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. വേറൊരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഒരു AI ചേച്ചി, AI ഉണ്ടാക്കിയതാണ് ആ ചേച്ചിയുടെ ഫോട്ടോ. ഒരു നല്ല ചേച്ചി. എന്നിട്ട് ക്യാപ്ഷൻ, എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത്, എനിക്ക് 42 വയസ്സായി, എനിക്ക് സന്ധ്യ കഴിഞ്ഞാൽ മിണ്ടാൻ ആളില്ല. ഇവിടെ ഒരു 5000 പേര് വിത്ത് ഫോൺ നമ്പർ എഴുതിയിട്ട് ഞാൻ ചിലരുടെയൊക്കെ പ്രൊഫൈൽ നോക്കിയിട്ട് എനിക്ക് സങ്കടം തോന്നി. ഞാൻ അയാളെ ഒന്ന് ഫോണിൽ വിളിച്ചിട്ട്, ചേട്ടാ ഇത് AI ആണ്, നിങ്ങൾ ഇങ്ങനെ പറയല്ലേ ഒന്ന് ബോധവൽക്കരിച്ചാലോ എന്ന് എനിക്ക് തോന്നി ആദ്യം. പക്ഷെ പിന്നീട് ഞാൻ ഓർത്തു, വേണ്ട, ഇന്നല്ലെങ്കിൽ നാളെ ഈ വരുൺ തിരിച്ചു വരുമെന്ന് ദൃശ്യത്തിൽ ആശാശരത്ത് കാത്തിരിക്കുന്ന പോലെ അയാൾ കാത്തിരുന്നോട്ടെ, അതൊരു ചാരിറ്റി അല്ലേ എന്ന് ഓർത്തു. അതും ഈ പ്രബുദ്ധരി പെടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞതാ.